കേന്ദ്ര സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സുരേഷ് ഗോപിയോട് പറയാനുള്ളത് താങ്കളുടെ പോക്കത്ര ശരിയല്ലെന്നാണ്. വെറുതെ പറയുന്നതല്ല, കാര്യകാരണസഹിതം പറയുന്നതാണ്. താങ്കളോടുള്ള അസൂയ കൊണ്ടോ BJPക്ക് ഒരു സീറ്റ് ലഭിച്ചതിലുള്ള കൊതിക്കറിവ് കൊണ്ടോ പറയുന്നതല്ല. ഇടതും വലതും കണ്ടുമടുത്ത ജനത്തിന് ഒരാശ്വാസം എന്ന നിലയിൽ മൂന്നാമതൊരു പ്രസ്ഥാനത്തിന് വാതിൽ തുറന്നു കിട്ടിയതിൽ സന്തോഷിക്കുന്നവരാണ് ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് വോട്ട് ചെയ്തവരെങ്കിലും. മത്സരവേദിയിൽ ഒരു മത്സരാർത്ഥി കൂടി ഉണ്ടല്ലോ എന്ന് സന്തോഷിക്കുന്നവരാണ്. നിങ്ങളുടെ ചില കുറ്റവും കുറവും ഒന്ന് ചൂണ്ടിക്കാണിക്കാമെന്ന് കരുതിയാണ് ഇത് പറയുന്നത്. ഇതിനു മുമ്പ് ഇത് പറയണമെന്ന് പലപ്പോഴും തോന്നിയിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മളായിട്ട് ഉപദ്രവിച്ചവെന്ന് വേണ്ടെന്ന് കരുതിയാണ് ഒന്നും മിണ്ടാതിരുന്നത്. ചില സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. BJP എന്ന പാർട്ടി 1982 തോന്നുന്നു 2 MPമാരോടൊപ്പം തുടക്കമിട്ടത് പാർലമെൻറ്റിൽ. അന്നു മുതൽ ഇന്നോളം പുറകോട്ട് ചിന്തിച്ചാൽ അവർ വളരുകയും തളരുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ നിരാശരായി കണ്ടിട്ടില്ല. അതിന് കാരണം ലാഭേച്ഛ കൂടാതെ കട്ടയ്ക്ക് അവരോടൊപ്പം നിൽക്കുന്ന RSS എന്നൊരു സംഘടന അതിനെ വീക്ഷിക്കുന്നത് കൊണ്ടാണ്. അവർക്ക് എന്തെങ്കിലും ലഭിച്ചാൽ അമിതമായി സന്തോഷിക്കുകയോ ഒന്നും ലഭിച്ചില്ലെങ്കിൽ അമിതമായി ദുഃഖിക്കുകയോ കരയുകയോ ചെയ്യുന്നവരല്ല. പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞയുടൻ ഇത് നിങ്ങളുടെ സ്വകാര്യ വിജയമാണെന്ന മട്ടിൽ തട്ടിവിട്ടത് കണ്ടപ്പോഴേ പറയണമെന്ന് തോന്നിയതാണ്. താങ്കളുടെ വിജയത്തിൽ പാർട്ടിക്കൊരു കയ്യുമില്ലെന്ന് അല്ലെങ്കിൽ ഒരു പങ്കുമില്ലെന്ന് അത്ര കണ്ട് പറയേണ്ടിയിരുന്നില്ല. നിങ്ങളുടെ ഈ നീളവും വീതിയും കണ്ട് ജനം വോട്ട് ചെയ്തതാണെന്ന് പറയാതെ പറഞ്ഞപ്പോൾ നിങ്ങൾ മൂഢസ്വർഗത്തിലാണ് ജീവിക്കുന്നതെന്ന് പറയാതെ വയ്യ. കഴിഞ്ഞ 5 വർഷമായി പാർട്ടി നിങ്ങളെ പരിചയപ്പെടുത്തിയെടുക്കുകയായിരുന്നു. BJP എന്ന പാർട്ടിയും RSS എന്ന പ്രസ്ഥാനവും കൂടി കെട്ടിപ്പൊക്കിയ ഇമേജിനുള്ളിൽ നിന്ന് കളിച്ചതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ നിങ്ങളായതും MP മാറിയതും. മുൻപ് പ്രധാനമന്ത്രി തൃശ്ശൂരിൽ വന്നപ്പോൾ നിങ്ങൾ പരസ്യമായി പറഞ്ഞു, മോദിജിയും അമിത്ഷാജിയും മാത്രമേ എൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ളൂ എന്ന്. എന്ത് വിവരക്കേടാ നിങ്ങളെന്ന് പറഞ്ഞത്? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ ഘടകവും സംസ്ഥാന കമ്മിറ്റിയും ഒന്നും അറിയാതെ ആ പാർട്ടിയിൽ എന്തെങ്കിലും നടക്കുമോ? പഴയ SFI പ്രവർത്തകൻ അവിടെ ഗതിയില്ലാതെ വന്നപ്പോൾ കരുണാകരൻ എന്ന ലീഡറെ മണിയടിച്ചു നോക്കി. അവിടെയും ക്ലച്ച് പിടിച്ചില്ല, അടുപ്പിച്ചില്ല. അത് കണ്ടപ്പോഴാണ് BJPയിൽ അഭയം തേടിയത്. അവരുടെ ഭിക്ഷയാണ് നിങ്ങളുടെ ഈ സ്ഥാനമാനങ്ങൾ. അവർ നിങ്ങളെ ഉപയോഗിക്കുകയായിരുന്നുവെന്ന തിരിച്ചറിവ് നിങ്ങൾക്കില്ലാതെ പോയി. ചുവരില്ലാതെ ചിത്രം എഴുതാൻ പറ്റില്ല സുരേഷ് ഗോപി. 1-2 10 മന്ത്രിമാരെ നിയന്ത്രിക്കാനുള്ള ചുമതല തനിക്ക് ലഭിക്കണമെന്നാണ് നിങ്ങൾ മോദിജിയോട് ആവശ്യപ്പെട്ടതെന്ന വിടുവായിത്തം ഒരിടയ്ക്ക് കേട്ടിരുന്നു. ഇങ്ങേരെന്താ യുവരാജാവോ? 2 വർഷം സിനിമയുടെ തിരക്കാണ്, മന്ത്രിപദത്തിലേക്കില്ല എന്നെല്ലാം വീമ്പിളക്കിയിട്ട് എന്തായി? നിങ്ങൾ തൃശ്ശൂരിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ മൊത്തത്തിലും പോരാത്തതിന് തമിഴ്നാടിൻ്റെയും പോണ്ടിച്ചേരിയുടെയും അട്ടിപ്പേർ അവകാശമുള്ള ആളാണെന്ന് നിങ്ങൾ തന്നെ പറയുന്നതും കേട്ടു. സുരേഷ് ഗോപി, നിങ്ങളിപ്പോഴും സിനിമയിലെ കഥാപാത്രമായി തന്നെയാണ് ജീവിക്കുന്നത്. ഒരച്ഛൻ്റെ രോദനം. എന്തിനാണ് ഇങ്ങനെ അതിഭാവുകത്വം നിറഞ്ഞ ഭാഷയിൽ സംസാരിക്കുന്നത്? നിങ്ങളുടെ ഭാഷാ പ്രയോഗം കേട്ട് നാട്ടുകാർ ഒരു പേരിട്ടിട്ടുണ്ട്, കമ്പി വിളയ്ക്കുന്ന പോലെയെന്ന്. ചില പഴയ നാടക നടന്മാർ പണി നിർത്തി വീട്ടിൽ വിശ്രമിക്കുമ്പോഴും ഭാഷ ആ നാടകത്തിലെ ആ പഴയ നാടൻ തന്നെയായിരിക്കും. രാജംബി ദേവൊക്കെ ചില സിനിമകളിൽ അത് അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ മുഴുവൻ BJP പ്രവർത്തകരും സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ ആത്മാർത്ഥമായി പണിയെടുത്തിട്ടാണ് നിങ്ങൾ ഈ സ്ഥാനത്ത് എത്തിയത്. മറക്കണ്ട. എന്തിന് നിങ്ങളുടെ മകളുടെ കല്യാണത്തിന് പ്രധാനമന്ത്രി വന്നതുപോലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായിരുന്നുവെന്ന തിരിച്ചറിവ് നിങ്ങൾക്കില്ലെന്ന് പ്രധാനമന്ത്രി മുതൽ തൃശ്ശൂർ ലോക്കൽ നേതാക്കൾക്ക് വരെ പിടികിട്ടി. നിങ്ങളുടെ ഉലക്ക വിഴുങ്ങിയതുപോലെയുള്ള സംസാരവും ആവശ്യമില്ലാത്ത സ്ഥലത്തുള്ള മസിൽ പിടുത്തവും നിങ്ങളെ തന്നെ ഇല്ലാതാക്കും. മന്ത്രിസഭയിൽ ചേരാൻ വേണ്ടി ഡൽഹിയിൽ നിന്നും വിളി വന്നപ്പോൾ ഫോൺ എടുക്കാതിരുന്നത് മുതൽ അവസാന നിമിഷത്തെ ബലം പിടുത്തം വരെ അവർ കുറിച്ചു വച്ചിട്ടുണ്ടാകും. അവർക്ക് തൊഴിലറിയാവുന്നവരാണ്. നീർക്കോലിയെ നീന്തു പഠിപ്പിക്കേണ്ട. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.